എക്സാം ഡേറ്റിംഗ് അടുത്തെത്തി എന്നുള്ളത് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ എക്സാമിലേക്ക് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ, ഒരു മാസവും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ടാകും. ശരിക്കും പഠിക്കാനുള്ള ദിവസം ഈ ഒരു മാസം ഉണ്ടോ? ഇല്ല. കാരണം എക്സാമിന് ഒരാഴ്ച മുമ്പെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾക്ക് ശരിക്കും ഈ ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാൻ ഒരു മാസം തികച്ചുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പം നിങ്ങൾ എന്താണ് ഇനി ചെയ്യുക? അതായത് പഠിച്ചൊന്നും തുടങ്ങിയിട്ടില്ല, ഇനി പഠിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ എങ്കിലും ആ ഒരു തോന്നലെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇപ്പോഴെങ്കിലും കിട്ടിയത് വളരെ നല്ല കാര്യം. ഇനി പോകുന്തോറും ലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അവസാനം റിവൈസ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഇരുന്ന് ചാപ്റ്റർ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അതിൽ ചില ചാപ്റ്റേഴ്സ് ഈസി ആയിരിക്കും, ചില ചാപ്റ്റേഴ്സ് ടഫ് ആയിരിക്കും. ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കാണുമ്പോഴായിരിക്കും അയ്യോ എനിക്കിത് നേരത്തെ പഠിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് തോന്നുക. ടഫ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടും മനസ്സിലാവാതെയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചെയ്യാൻ പറ്റാതെയുമായിട്ട് അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ചാപ്റ്റേഴ്സൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെക്കോർഡഡ് ക്ലാസ് ഒക്കെ ഫാസ്റ്റൊക്കെ അടിച്ചിട്ടായാലും അത് സ്പീഡൊക്കെ കൂട്ടിയിട്ടായാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ പഠിച്ച് പോവുക. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. നമ്മളുടെ ആപ്പിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ടെസ്റ്റ് അവൈലബിൾ ആണ്. ആ ടെസ്റ്റൊക്കെ എടുത്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ തന്നെ റെഡിയാക്കുക. അങ്ങനെ റെഡി ആയിട്ടില്ലെങ്കിൽ ബാക്കി മിസ് പറയണ്ടല്ലോ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ വേഗം തന്നെ താഴെക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ എല്ലാ കുട്ടികൾക്കും.